ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകുന്നത് സംബന്ധിച്ച കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിഷേധം. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള കേരള വികസന മാതൃക അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരള മിഷന്റെ പരിസ്ഥിതി സംഗമത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. ലഹരി വ്യാപനത്തിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തണം എന്ന കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധമുയർന്നു. ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ സഭാ നടപടികൾ 2 തവണ നിർത്തിവച്ചപ്പോൾ രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ധനകാര്യ ബിൽ 2025 ലോക്സഭ ഇന്ന് ചർച്ചയ്ക്കെടുത്തു. എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണ വികസന ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. മാസശമ്പളം 1 ലക്ഷത്തിൽ നിന്ന് 1,24,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പ്രതിദിന അലവൻസ് 2,500 രൂപയാക്കി. പ്രതിമാസ പെൻഷൻ 25,000 രൂപയിൽ നിന്ന് 31,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കേരള വികസന മാതൃക അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരള മിഷൻ പരിസ്ഥിതി സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ ദൂഷ്യവശങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ സംരംഭങ്ങൾക്ക് ആവശ്യമായ ജലം ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ അവ യാഥാർത്ഥ്യമാകുന്ന പ്രദേശങ്ങളിൽ കുറ്റമറ്റ രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഉറപ്പാക്കാനാവണം. കേരളത്തിന്റെ ഭൂപ്രകൃതിയും മറ്റ് പ്രത്യേകതകളും പരിഗണിച്ചാൽ പ്രാദേശിക തലത്തിൽ കൃത്യമായ ജലലഭ്യത ഉറപ്പാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സപ്ലൈകോയുടെ റംസാൻ ഫെയറുകൾക്ക് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ നിർവഹിക്കും. ഈ മാസം 31 വരെയാണ് ഫെയർ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തെ ചെറുക്കാൻ വിപുലമായ ജനകീയ ക്യാമ്പയിനുമായി സർക്കാർ. ക്യാമ്പയിനോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും യോഗം ചേർന്ന് കർമ്മപദ്ധതി തയ്യാറാക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ രൂപരേഖ തയ്യാറാക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ചേർന്ന സമിതി രൂപീകരിക്കും. LP ക്ലാസുകൾ മുതൽ തന്നെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കൊറിയറുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2,997 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 194 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 204 പേരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങളിലുള്ള പ്രകടനവും അനുവദിക്കരുതെന്നും വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മേഖലാ യോഗങ്ങളിൽ അദ്ദേഹം നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്ന വഴികൾ തടയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യ മേഖലയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ബിജെപി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. വികസിത കേരളമാണ് ലക്ഷ്യമെന്നും കഴിവും നിക്ഷേപവും സംയോജിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസിത കേരളം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൌത്യത്തിൽ. ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്കു കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ ആയുർവേദ, സിദ്ധ, ഹോമിയോപ്പതി ഡിസ്പെൻസറികൾക്കാണ് NABH അംഗീകാരം ലഭിച്ചത്. കേരളത്തിന്റെ ആരോഗ്യ ടൂറിസം രംഗത്തിന് ഇത് മുതൽക്കൂട്ടാകുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരമിരിക്കുന്ന 3 ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 43 ദിവസമായി ആശാപ്രവർത്തകർ സമരത്തിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വിശാഖപട്ടണത്ത് രാത്രി 7:30-നാണ് മത്സരം. ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ 5ാം ദിവസം വിവിധ ഇനങ്ങളിൽ അത്ലറ്റുകൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഭാരോദ്വഹനം 55 കിലോഗ്രാം വിഭാഗത്തിൽ സുമൻ ദേവി, ജാസ്മിൻ മിച്ച്ലിൻ, ഭാരതി അഗർവാൾ എന്നിവർ സ്വർണ്ണം, വെള്ളി, വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി. വിവിധ വിഭാഗങ്ങളിൽ ഗുൽഫാം അഹമ്മദ്, സീമ റാണി, ജോബി മാത്യു എന്നിവർ സ്വർണവും, വി ശരവണൻ, ഖട്ടൂൺ എന്നിവർ വെള്ളിയും, ഗൌരവ്, M ഗദാധർ സാഹു എന്നിവർ വെങ്കലവും സ്വന്തമാക്കി. കോഴിക്കോട് മാനാഞ്ചിറയുടെ മുഖം മിനുക്കുന്നു. പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കാവുന്ന വിധത്തിൽ പരിഷ്കരിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ആവിഷ്കരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മാനാഞ്ചിറയ്ക്ക് ചുറ്റും സഞ്ചാരികളെ ആകർഷിക്കാൻ പുൽത്തകിടിയും അനുബന്ധ ഇനങ്ങളും സജ്ജീകരിച്ച് മാനാഞ്ചിറയെ മൂടിപ്പിടിപ്പിക്കും. പ്രൌഢമായ മാനാഞ്ചിറയുടെ പരിപാലനത്തിനായി പ്രത്യേകം സംരക്ഷണ സേന രൂപീകരിച്ച് ദിവസേനയുള്ള പരിപാലനം കുറ്റമറ്റതാക്കും. മാനാഞ്ചിറ അൻസാരി പാർക്കിന്റെ നവീകരണത്തിനും ജലധാര നിർമ്മിക്കുന്നതിനുമായി 1 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയും മാനാഞ്ചിറ ഗേറ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് 180 മീറ്റർ നീളത്തിൽ ഒരു സാഹിത്യ ഇടനാഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. സാഹിത്യ ഫെസ്റ്റിവലുകൾക്കും തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേദി ആകാവുന്ന തരത്തിൽ ആയിരിക്കും റീഡിംഗ് സ്ട്രീറ്റിന്റെ ഡിസൈൻ. കോഴിക്കോടിന്റെ സാഹിത്യപെരുമ ഈയിടെ ആലേഖനം ചെയ്യപ്പെടും. കുംഭമേളയിൽ മഹാമണ്ഡലേശ്വർ പദവിയിലെത്തിയ സ്വാമി ആനന്ദവനം ഭാരതി അമൃതപുരി സന്ദർശിച്ചു. രാവിലെ മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തിയ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയെ സന്യാസിമാരും അന്തേവാസികളും ചേർന്ന് സ്വീകരിച്ചു. അന്നനാളത്തിന്റെ ചലനശേഷിക്കുറവ് മൂലം രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന അക്കാലാസിയ കാർഡിയ എന്ന രോഗത്തിന് അതിനൂതന ചികിത്സയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിന് കീഴിൽ എൻഡോസ്കോപ്പി വഴിയാണ് ചികിത്സ നൽകിയത്. കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ആദ്യമായാണ് ഈ രീതിയിലുള്ള ചികിത്സ നടക്കുന്നത്. OEC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിനായി 200 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. OEC, OBCH, SCBC വിഭാഗങ്ങളുടെ 2021-22 മുതൽ ഈ വർഷം വരെയുള്ള സ്കോളർഷിപ്പ് തുക പൂർണ്ണമായും വിതരണം ചെയ്യുന്നതിന് ഈ തുക ലഭ്യമാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് സംവരണം നൽകുന്നത് സംബന്ധിച്ച കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിഷേധം. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള കേരള വികസന മാതൃക അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരള മിഷന്റെ പരിസ്ഥിതി സംഗമത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. ലഹരി വ്യാപനത്തിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപരേഖ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.